കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണുന്ന ആകപ്പാടെ ഞെട്ടിത്തരിച്ചിരിക്കുന്ന മഹേശനാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ മഹേശനെ നിൽക്കുകയാണ്. രണ്ട് പെണ്ണുങ്ങളുടെ നടുവില്, രണ്ട് ഭാര്യമാരുടെ നടുവിൽ പെട്ടി നിൽക്കണ മഹേശനെയാണ്. പിങ്കിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് മഹേഷിന്റെ ഈ പ്രവൃത്തി മൂലം. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇന്ന് തന്നെ സുജാതനെ കൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ സുജാതനെ കൊണ്ടേ കിടത്തിയതിന് ശേഷം ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ഗാഥയോട് പറഞ്ഞു, മോൾ ഇനി പൊക്കോ, സുജാതയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. വേണ്ട ലക്ഷ്മിയമ്മേ, അതിന്റെ ആവശ്യമൊന്നുമില്ല, നാളെ മുതൽ ഹോം നേഴ്സ് വരുമെന്ന് പറയാം. എന്തിനാ ഹോം നേഴ്സ് വരുന്നേ? ഹോം നേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നോക്കാവുന്നുള്ളൂ. ഹോം നേഴ്സ് വന്നാൽ ശരിയാവത്തൊന്നും ഇല്ലെന്നേ. നമ്മൾ ചെയ്യുന്ന പോലെ സ്നേഹത്തോടെ ആരെങ്കിലും ഒക്കെ ചെയ്യോ? ഇത് കേട്ടോണ്ട് പുറത്ത് മഹേശ്വരൻ നിൽക്കുന്നുണ്ടായിരുന്നു. മഹേഷിന്റെ ചങ്കിനകത്താണ് തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുക. എന്റെ ദൈവമേ, എങ്ങാനും ലക്ഷ്മി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എന്തായിരിക്കും സ്ഥിതി? പാവ ലക്ഷ്മി, അവൾക്ക് ഇതൊന്നും അറിയത്തില്ല. താൻ ശരിക്കും അവളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുവല്ലേ. നന്ദയുടെ ഉള്ളിൽ ഇതേ തീ തന്നെയായിരുന്നു ഉണ്ടായിരുന്നേ. സുജാതയ്ക്കും ഗാഥയ്ക്കും എല്ലാവർക്കും ഇതാ. പക്ഷെ ഇതറിയത്തില്ലാത്ത ഒരേ ഒരു വ്യക്തി ലക്ഷ്മിയമ്മ മാത്രമായിരുന്നു. ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇനി സുജാതയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു പേടി വേണ്ട കേട്ടോ. ഗാഥമോള് നാളത്തോടെ കോളേജിൽ പോക്കോ. അതുപോലെ തന്നെ നന്ദയ്ക്കും പോകാം. ഇനി ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരും. പകല് ഞാനിവിടെ ഉണ്ടല്ലോ. പോരാത്തിന് മഹിയേടനുണ്ട്. എന്തെങ്കിലും സഹായത്തിന് വിളിച്ചാൽ മഹിയേടനും വന്നോളൂ എന്ന് പറയാം. ഇത് കേട്ടിരുന്ന മഹേശനും മനസ്സിലായി, ഇനിയിപ്പോൾ താൻ പുലിവാലാ പിടിക്കാൻ പോകുന്നേ. എങ്ങാനും സത്യങ്ങളൊക്കെ ഗൗതമോ ഈ കുടുംബത്തിൽ ആരെങ്കിലും അറിഞ്ഞാൽ മതി. അതോടുകൂടി താൻ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താവും. താൻ മാത്രമല്ല, തന്നോടൊപ്പം പുറത്താകുന്നേ. ഗാഥയും സുജാതയും എല്ലാവരും പുറത്താവും. പിന്നീട് മഹേശൻ അങ്ങോട്ട് പോവാണ്. അതിനുശേഷം ചെന്നിട്ട് വാവച്ചനെ വിളിക്കുക. വാവച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, വാവച്ച ആകെപ്പാടെ പ്രശ്നം ഗുരുതരമായി. എന്താ, എന്നെ സംഭവം എന്നാ? ഇനി മൈസൂർക്കൊന്നും പോകേണ്ട വരത്തില്ല. അല്ല സാറ് കാര്യം എന്താന്ന് പറ. എടോ ഗൗതം സുജാതനെ കൊണ്ട് ഇങ്ങോട്ട് വന്നെന്ന്. ഇന്ത്യ വരത്തിലേക്കോ? അതെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. താൻ ഒരു പോംവഴി പറഞ്ഞുതരാൻ പറയാം. ഞാൻ എന്ത് പോംവഴി പറഞ്ഞുതരാനാ സാറേ? ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും? സാറ് രണ്ട് ഭാര്യമാരുടെ നടുവിൽ എന്ത് ചെയ്യാനാന്ന് ചോദിക്കാം. ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ. മനുഷ്യനോട് തീ തിന്നിരിക്കുന്ന സമയത്താ തൻ്റെ ഒരു കോമഡി. എൻ്റെ സാറേ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞല്ലേ. ഇതെങ്ങാനും ലക്ഷ്മിയമ്മ അറിഞ്ഞാലും സ്ഥിതി സാറൊന്ന് ഓർത്ത് നോക്കിയേ. കിട്ടിയ നല്ലൊരു ചാൻസ് ആയിരുന്നു. മൈസൂർക്ക് പോയാൽ മതിയായിരുന്നു. അതെങ്ങനെയാണ് ശരിയാവുന്നേ? അപ്പോഴല്ലേ ചെമ്പമ്മേട്ടി ബാലാജിയുടെ ആൾക്കാരെ പരിപാടിയെല്ലാം ചെയ്തു വെച്ചേ. അത് കൃത്യമായിട്ട് അവരറിയുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സാറ് കാര്യം ചെയ്യും, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. 2 ദിവസം അവിടെ നിൽക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ സുജാതയ്ക്ക് വയ്യാതെ കിടക്കുന്ന അവസ്ഥയിലല്ലേ. ഈ അവസ്ഥയിൽ ഒരു വാടക വീട് എടുത്ത് അങ്ങ് മാറ്റി താമസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാർ അതിന് സമ്മതിക്കുമോ? സമ്മതിക്കില്ല. സാറ് സമാധാനപ്പെട്, ഞാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയാം. പിന്നീട് മോഹിനിയുടെ അടുത്തേക്ക് പിങ്കി അങ്ങോട്ട് ചെല്ലുവാണ്. പിങ്കി എന്നിട്ട് ചോദിച്ചു, അല്ല മോഹിനിച്ചേട്ടൻ, എനിക്ക് നല്ല സംശയമുണ്ട്. എന്തിനാ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അവരെ കൊണ്ടുവരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വല്ല വാടക വീട് എടുത്ത് അവിടെ താമസിപ്പിച്ചാൽ പോരായിരുന്നു. ലക്ഷ്മിയമ്മയുടെ പ്രവൃത്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ പുണ്യപ്രവൃത്തിയാണെന്ന് പറഞ്ഞാടാ നടക്കുന്നേ. ഇത് അവസാനം തലയ്ക്ക് നട്ടപ്പാരായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നേ. മോഹിനി പറഞ്ഞു, എനിക്കും കണ്ട അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. എന്ത് കാര്യമായിട്ടാ പരിചരിക്കുന്നേ? അതൊക്കെ കണ്ടുണ്ടേ തോന്നും ലക്ഷ്മിയുടെ ഏതാണ്ട് ചേട്ടത്തിയോ അനിയത്തിയാന്നാ തോന്നും. അതുപോലെയല്ലേ പരിചരിച്ചുകൊണ്ടിരിക്കണേ. പിങ്കി പറഞ്ഞു, കാര്യം അതൊക്കെ ശരി തന്നെ. പക്ഷെ ചെറിയമ്മ ഒരു കാര്യം ശ്രദ്ധിച്ച എന്താ? വന്നേപ്പിന്നെ ഗാഥയും സുജാതാൻ്റെയും കൂടി ഇങ്ങോട്ട് വന്നേപ്പിന്നെ മഹേശ്വരൻ അമ്മാവൻ എന്തോ ഒരു മാറ്റമുണ്ട്. ആകെപ്പാടെ എന്തോ വലിയ ടെൻഷനായിട്ട് നടക്കുന്നപോലെ എനിക്ക് തോന്നുന്നത്. അത് ശരിയാവുള്ളൂ, അത് ഞാൻ ശ്രദ്ധിച്ചു. ഇത്രയും ദിവസം ഞാൻ കരുതിക്കൊണ്ടിരുന്നേ ഇപ്പൊ കണക്കിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടായിരിക്കുന്ന. പക്ഷെ അതൊന്നും അല്ലെന്ന് മനസ്സിലായി. വേറെ എന്തോ ഒരു കാര്യമുണ്ട്. അതന്നെ എനിക്കും പറയാനുള്ളത്. എന്തോ ഒരു ടെൻഷനുണ്ട്. അതെന്താണെങ്കിലും അറിയണം. എന്നാൽ മാത്രം നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം. അല്ല, ഇവരെ എല്ലാ കാലത്തും ഇവിടെ താമസിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ജീവൻ രക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തെ മൊത്തം ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? പിങ്കി, നീ ആ കാർന്നോത്തി, നീ വേണം കാര്യങ്ങൾ പറയാൻ. അറിയാലോ, ഒത്തിരി നാളൊന്നും ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയണം. എത്രയും പെട്ടെന്ന് തന്നെ ഒരു വാടക വീട് തരപ്പെടുത്തി കൊടുക്കാൻ പറയണം. അല്ലെങ്കിൽ മിക്കവാറും ഇനി ആ ബാലാജിയുടെ ആൾക്കാർ ഇങ്ങോട്ടാ വരുന്നത്. നമുക്കും അപകടമാണ്. ഇവരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാലാജിയുടെ ആൾക്കാർ വെറുതെ ഇരിക്കുവോ? ഒരു കാരണവശാലും ഇല്ല പിങ്കി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഗൗതത്തിനോട് കാര്യങ്ങളൊക്കെ പറയണം. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറയാം. ശരി, ഞാനൊന്ന് പോയി പറയട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പിങ്കി നേരെ ഗൗതത്തിന്റെ അരിയിലേക്ക് എല്ലുവാണ്. ഗൗതത്തിന്റെ അരിയിൽ എന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്ന ഗൗതം? എന്താ പിങ്കി അങ്ങനെ ചോദിച്ചേ? അല്ല, ആ സുജാത എന്ന് പറയുന്ന ആന്റീനെയും പിന്നെ ഗാഥനെ ഇവിടെ നിർത്താൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല പിന്നെ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അവരെ വഴിയിലിറക്കി വിട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ. അതല്ല, അവർക്കൊരു വാടക വീട് എടുത്തു കൊടുക്കാൻ മേലായിരുന്നോ?
അല്ലെങ്കിൽ ഇനി അവരുടെ ബന്ധുക്കാരുണ്ടെന്നല്ല പറഞ്ഞേ, ഹേമന്തിന്റെ അമ്മയൊക്കെ ഉണ്ടെന്നല്ല പറഞ്ഞേ. അങ്ങോട്ട് കൊണ്ടായാലും എന്നാ കുഴപ്പം? അത് നടക്കുന്ന കാര്യമല്ല. ആ ഹേമന്ത് ഒരു ഫ്രോഡാന്നല്ലേ നന്ദ പറഞ്ഞത്. പിന്നെ ഇനി അങ്ങോട്ട് കൊണ്ടുപോയി വിടാൻ പറ്റുമോ? അത് തന്നെയല്ല, ഇവർക്കൊട്ടും താല്പര്യമില്ല. അങ്ങനെ താല്പര്യം ഇല്ലാത്തടത്ത് നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? അതിൽ പരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ആഴ്ച പോയി ചെക്കപ്പ് ചെയ്യണം. ആൻറ്റിക്ക് വയ്യാതിരിക്കുന്ന ഈ അവസ്ഥയിൽ ആ ചെമ്പമ്മേട്ടിലേക്ക് വിടാൻ പോലും താല്പര്യമില്ല. ഇനിയിപ്പോൾ അവിടെ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ആ ബാലാജിയുടെ ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറയാനും പറ്റില്ല. അതന്നെ ഞാൻ അങ്ങോട്ട് പറയാൻ വന്ന ഗൗതമിനോട്. അല്ല, ഇവിടെ താമസിപ്പിച്ചിരുന്ന ബാലാജിയുടെ ആൾക്കാർ ഇങ്ങോട്ട് വരില്ലേന്ന് ചോദിക്കുക. ഇങ്ങോട്ട് വരാനാ? അവന്മാർ ഇങ്ങോട്ട് വരട്ടെ. ഗൗതം ഇതൊക്കെ പറയും. പക്ഷെ ഗൗതം ഇല്ലാത്ത സമയത്താണെങ്കിലോ അവന്മാർ വന്ന് എന്തേലും ചെയ്യുന്നേ. ഇപ്പൊ തന്നെ ചെമ്പമ്മേട്ടിലുള്ള സുജാതാന്റിയുടെ വീടിന്റെ നേർക്ക് ബോംബാക്രമണമൊക്കെ ഉണ്ടായെന്നാ പറഞ്ഞേ. അപ്പൊ ഇനി ഇവിടെ വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൂടുന്നില്ല. നമ്മൾ ഒരാളല്ലേ ഇവിടെ ഉള്ളേ. ഇവിടെ ഇത്ര ആൾക്കാരുണ്ട്, അറിയാലോ. അതൊക്കെ എനിക്കറിയാം പിങ്കി, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതിന്റെ കാര്യമൊന്നുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴാളും തുറന്നു പറയും ഗൗതം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തോ ഗാഥ വന്നതിന് ശേഷം ഇവിടെ മഹേശനമ്മോൻ എന്തൊക്കെ ഒരു മാറ്റങ്ങളുണ്ടെന്ന് പറയാം. അല്ല, എന്ത് മാറ്റം എന്താണെന്നറിയത്തില്ല. പക്ഷെ ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ്. അതിപ്പോൾ സുജാതാൻ്റെയും കൂടെ ഒന്നിപ്പോൾ കൂടിയിട്ടുള്ളൂ. എപ്പോൾ നോക്കിയാലും ഒരേ ഇരിപ്പിരിക്കുന്നതാണ്, ഒന്നേ മുറിക്കാത്ത. ഇപ്പം എപ്പോഴും മദ്യപാനമാണ്. നേരത്തെ വല്ലപ്പോഴൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം എപ്പോൾ നോക്കിയാലും മദ്യപിച്ച് നടക്കുന്നതാണ് കാണുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു, പക്ഷെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഗൗതം ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനി എന്നോട് ചീത്ത പറയാൻ പറയണ്ടെന്ന് പറയാം. ഗൗതം പറഞ്ഞു, അല്ല പിങ്കി എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. ആ ഗാഥയെ ശരിക്കും ഒന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഗാഥയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അവളോട് ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുമെന്ന് പറയാം. ശരി, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. അച്ഛൻ എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അരുന്തിന്റെ വല്യമ്മേനെ കുറിച്ചൊക്കെ ഓർത്തായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം അച്ഛനെ രക്ഷിച്ച ആളുടെ ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും എന്ന് പറയേ. അതൊന്നും ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനിപ്പുറം വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഗൗതം പോലീസ് ഓഫീസർ അല്ലേ, ഒന്നും അന്വേഷിച്ച് നോക്ക്. എന്തെങ്കിലും വിവരം കിട്ടിയാലോ എന്ന് പറയാണ്. അങ്ങനെ ഗൗതം എന്ത് ചെയ്യണം, അകത്തേക്ക് കയറി പോവാണ്. കീരത്തിന്റെ ഉള്ളിൽ പിങ്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അവൾ പറഞ്ഞാലും എന്തോ കാര്യങ്ങളില്ലാതില്ല. അച്ഛൻ എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നുണ്ട്, എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുള്ള പോലെ. പിന്നീട് നന്ദ നേരെ സുജാതയുടെ മുറിയിലേക്ക് വരുമ്പോഴത്തേനും ലക്ഷ്മിയമ്മ സുജാതയ്ക്ക് കഞ്ഞിയൊക്കെ വാരി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടതും നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പാവം ലക്ഷ്മിയമ്മ സത്യങ്ങളൊന്നും അറിയാതെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കും. ഈ സമയത്ത് മഹേശനെ അതിലൂടെ വന്നേ. മഹേശനെ കണ്ടതും നന്ദ അങ്ങോട്ട് ചെന്നു. നന്ദ എന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛനെന്താ ഇങ്ങനെ? അച്ഛനും മുഖം എപ്പോൾ നോക്കിയാലും ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലുള്ളത്. ഈ വീട്ടിൽ ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു കേട്ടോ എന്ന് പറയണം. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇവരിവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? ലക്ഷ്മിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛനിപ്പോൾ ആരോട് എന്താ പറയണേ? അച്ഛൻ തന്നെ വരുത്തി വെച്ചല്ലേ. അച്ഛൻ ചെയ്ത പാവത്തിന്റെ ബലം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വരുന്നിടത്ത് വെച്ച് തന്നെ കാണുക. എന്നാലും എന്താ, ഇതെങ്ങാനും ലക്ഷ്മി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ ഗൗതം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? അതും ഇവിടെ ഇപ്പം സുജാത കഴിയുന്നോ ലക്ഷ്മിയുടെ തണലിലല്ലേ. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയല്ലേ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ നെഞ്ചു വിങ്ങുക. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മാക്സിമം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിച്ചാ. പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ, ഇങ്ങ് വന്നു പോയി. ഇനി എത്രയും പെട്ടെന്ന് ഇവരൊരു വാടക വീടെടുത്ത് അങ്ങോട്ട് മാറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അമ്മയോ അല്ലെങ്കിൽ ഗൗതം സാറോ അതിന് സമ്മതിച്ചെന്ന് വരില്ല. 100 ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് സുജാതാൻ്റി റിക്കവർ ചെയ്യണം. ആ അസുഖത്തിൽ നിന്ന് ഭേദമായി മാത്രമേ അവർക്കിനി രക്ഷയുള്ളൂ. പിന്നെ അങ്ങനെ പെട്ടെന്ന് ചെമ്പമ്മേടിലേക്ക് പോകാനും പറ്റില്ലോ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്താ അനുഭവം? ബാലാജിയുടെ ആൾക്കാർ അവിടെയുണ്ട്. അവരെന്തും ചെയ്യാൻ പഠിക്കാത്തവരാ. അതൊക്കെ ഓർത്ത് നല്ല ടെൻഷനുണ്ട്. അതൊക്കെ കണ്ടും കരുതിയും വേണം ഇനിയിപ്പോൾ അവർക്ക് ഒരു വാടക വീട് എടുത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഗൗതം സാറിനോടൊന്ന് സൂചിപ്പിച്ച് നോക്കട്ടെ, വാടക വീടെടുത്ത് താമസിക്കുന്ന കാര്യമൊക്കെ എന്ന് പറയാണ്. പക്ഷെ ഇതൊന്നും കേട്ട് മഹേഷിന്റെ ഉള്ളിൽ തണുത്തില്ല. പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴത്തേനും ലക്ഷ്മി ചോദിച്ചു, അല്ല മഹിയേട്ടാ നിങ്ങൾ പോണില്ലേന്ന് ചോദിക്കുവാണ്. എങ്ങോട്ട്? അല്ല നിങ്ങളല്ലേ പറഞ്ഞേ അടുത്തിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടി പോകണമെന്നൊക്കെ പറഞ്ഞ മൈസൂർക്ക് സോറി മംഗലാപുരത്തിന് പോകണമെന്ന് പറഞ്ഞേ. അത് നിങ്ങളെന്നാ പോകുന്നില്ലേന്ന് ചോദിക്കുക. പെട്ടെന്നാണ് ആ കാര്യം ഓർമ്മ വന്നെന്നെ. ശരിക്കും ഇവരെ കൊണ്ടുവിടാൻ മൈസൂർക്ക് പോകാനായിരുന്നു ഗാഥയും സുജാതയും. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലോ. എന്ത് മറുപടി പറയാൻ നടത്തില്ലാതെ നിൽക്കുവാണ് മഹേശ്വരൻ. പെട്ടെന്ന് ലക്ഷ്മി അമ്മച്ച് എന്ത് പറ്റി? എന്താ മഹിയേട്ടാ വല്ലാതെ മുഖം ഇരിക്കണേ? എന്തായാലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കാം. അല്ല ലക്ഷ്മി, ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ആ കണ്ടവരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു അവർക്കൊരു സംശയം മാത്രമേ ഉള്ളൂ, അത് ശരിയാണെന്ന് അറിയില്ല എന്നാ പറഞ്ഞേ. പെട്ടെന്ന് ലക്ഷ്മി അമ്മ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗൗതമിനോട് ഇതിനെക്കുറിച്ചൊന്ന് പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് അവിടെ കയറി പോവാണ്.
ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മഹേശ്വരൻ നിൽക്കുക. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.